യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരാൻ വെള്ളാപ്പള്ളി നടേശന് ഹൈക്കോടതി അയോഗ്യത കൽപ്പിച്ചതിനെ തുടർന്ന് ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ ആഭിമുഖ്യത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. കൊല്ലം നഗരവീഥികളെ പ്രകമ്പനം കൊള്ളിച്ച പ്രകടനത്തിൽ ശ്രീനാരായണ സഹോദര ധർമ്മവേദി കൊല്ലം ജില്ലാ ഭാരവാഹികളും സംസ്ഥാന ഭാരവാഹികളും പങ്കെടുത്തു. ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ രക്ഷാധികാരിയായിരുന്ന പ്രൊഫസർ MK സാനുമാഷ് നൽകിയ കേസിലാണ് ഹൈക്കോടതിയുടെ നടപടി. പതിറ്റാണ്ടുകളായി അയോഗ്യനായിരുന്നിട്ടും SNDP യോഗത്തെ കൊള്ളയടിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളിയെ കൂടാതെ മകൻ തുഷാർ വെള്ളാപ്പള്ളിക്കും ഡോക്ടർ MK സോമനും സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു. കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന SNDP യോഗത്തിൽ സെക്രട്ടറിമാരായിരിക്കുന്നവർക്ക് DIN നമ്പർ ആവശ്യമാണെന്ന കമ്പനി ആക്ട് 164 അനുച്ഛേദം 2 കർശന നിർദ്ദേശമുണ്ട്. എന്നാൽ ഈ നിയമങ്ങൾ കാറ്റിൽ പറത്തി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് കടിച്ചു തൂങ്ങി കിടക്കുകയായിരുന്നു വെള്ളാപ്പള്ളി. യോഗത്തിന്റെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലുമുള്ള യോഗ്യതയില്ലാത്ത വെള്ളാപ്പള്ളി 3 പതിറ്റാണ്ടായി യോഗത്തിന്റെ തലപ്പത്ത് തുടരുകയായിരുന്നു. വെള്ളാപ്പള്ളിയുടെ സമുദായ വഞ്ചനയ്ക്ക് എതിരായ ശബ്ദമായി ശ്രീനാരായണ സഹോദര ധർമ്മവേദി മാറി. ഇക്കഴിഞ്ഞ 2021 SNDP യോഗത്തിന്റെ 114ാമത് യോഗ വാർഷികവും ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും വെള്ളാപ്പള്ളി പ്രഖ്യാപിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നേതൃത്വം നൽകുന്ന പാനലിന്റെയും ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ R വിനോദ് നേതൃത്വം നൽകുന്ന പാനലിന്റെയും നോമിനേഷനുകൾ സ്വീകരിച്ചിരുന്നു. അതേസമയം മറ്റ് 90ഓളം വരുന്ന നോമിനേഷനുകൾ അന്നത്തെ യോഗം തള്ളിക്കളയുകയും ചെയ്തു. ഡയറക്ടർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവരുടെ നാമനിർദ്ദേശ പത്രികയിൽ DIN നമ്പർ ഇല്ലാത്തതിന്റെ പേരിലാണ് തള്ളിയത്. അതേസമയം തന്നെ വെള്ളാപ്പള്ളിയുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചതിൽ ക്രമവിരുദ്ധമായ നടപടി നടന്നിട്ടുള്ളതായി സൗത്ത് ഇന്ത്യൻ R വിനോദിന്റെ നേതൃത്വത്തിലുള്ളവർ കണ്ടെത്തുകയായിരുന്നു. അവർ സമർപ്പിച്ചിട്ടുള്ള DIN നമ്പറുകൾ നാമനിർദ്ദേശ പത്രിക നൽകിയ ദിവസം സാധുവല്ലായിരുന്നു എന്ന് കണ്ടെത്തി. ഇതേ തുടർന്ന് സൗത്ത് ഇന്ത്യൻ R വിനോദിന്റെ നേതൃത്വത്തിലുള്ള പാനൽ കൊല്ലം മുൻസിഫ് കോടതിയെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് നടന്ന നിയമ പോരാട്ടത്തിനൊടുവിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഹൈക്കോടതിയെ സമീപിച്ച വെള്ളാപ്പള്ളിക്ക് ശക്തമായ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. ഒടുവിൽ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പിൻവലിച്ച് കോടതിയിൽ നിന്ന് രക്ഷപ്പെടുകയാണ് വെള്ളാപ്പള്ളി ചെയ്തത്. അതിനിടയിലാണ് ഇപ്പോൾ വെള്ളാപ്പള്ളിക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഇരട്ട പ്രഹരം ലഭിച്ചത്.